കാനഡയിൽ നമ്മളിപ്പം വീടൊക്കെ മേടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് റിനോവേഷൻ വർക്കുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും കോൺട്രാക്ടർമാരെ സെലക്ട് ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മളിവിടെ കോൺട്രാക്ടർമാരെ സെലക്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രോപ്പറായിട്ട് ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണോ എന്ന് നമ്മൾ നോക്കണം. ഇവിടെ പല കാര്യങ്ങൾക്കും ഗവൺമെൻറ് ലൈസൻസും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അവർ ശരിക്കും ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണോ എന്ന് നമ്മൾ കറക്റ്റായിട്ട് ഉറപ്പ് വരുത്തണം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പ്രോപ്പറായിട്ട് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ, ജനറൽ ലയബിലിറ്റി ഇൻഷുറൻസ് ഒക്കെ ഇവരെടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ഉറപ്പുവരുത്തണം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആൻഡ് സ്പെഷ്യലൈസേഷനാണ്. ഈ ഒരു മേഖലയിൽ അവർക്കുള്ള ഒരു കാര്യക്ഷമത നമ്മൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം വർക്ക് തുടങ്ങുന്നതിന് മുമ്പ്. അതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു റിട്ടേൺ ആയിട്ടുള്ളൊരു കൊട്ടേഷൻ നമ്മൾ കൃത്യമായിട്ട് മേടിക്കണം. വേണ്ട പ്രോപ്പറായിട്ടുള്ള എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അവരുമായിട്ട് ചെയ്യണം. അവസാനമായിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ പെർമിറ്റ്, ലൈസൻസ് കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തണം. ആരാണ് ഈ ലൈസൻസും ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ റെസ്പോൺസിബിൾ എന്ന് കൃത്യമായിട്ട് ഈ ഒരു വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി ഉറപ്പ് വരുത്തണം. ഇത്തരത്തിലുള്ള കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡുള്ള വീഡിയോസിന് അക്കൗണ്ട് ഫോളോ ചെയ്തോളൂ.